നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ കാണാറില്ലാത്തൊരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. PSG തോറ്റവരായി നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ലൂയിസ് എൻട്രിക്കെ PSG എത്തിയിട്ട് 13 കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. 2 കിരീടങ്ങൾ കൈവിട്ടു. അതിലൊന്ന് ഇന്നലെ സംഭവിച്ചു. ഇതിനു മുമ്പ് ഒരു ട്രോഫി പ്രസൻറ്റിങ് സെറമണിയിൽ PSG തോറ്റവരായിട്ട് നോക്കി നിൽക്കുന്ന കാഴ്ച, പോഡിയത്ത് നിൽക്കാത്ത കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം തോറ്റിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോഴിതാ ഫ്രാൻസിൽ ട്രോഫി ഡസ് ചാമ്പ്യൻസിൽ അവർ ലെൻസിനോട് പരാജയപ്പെട്ടിരിക്കുന്നു. തീർത്തും അപ്രതീക്ഷിതമായൊരു തോൽവിയാണ്. യുവേഫ സൂപ്പർ കപ്പിൽ വിജയിച്ച് നിന്നൊരു ടീം ഇതാ ട്രോഫി ഡസ് ചാമ്പ്യൻസിൽ പരാജയപ്പെടുന്ന അവസ്ഥ, അതും ലെൻസിനോട്. ലെൻസ് 10 പേരെ വെച്ചിട്ടാണ് രണ്ടാം പകുതി കളിക്കുന്നത്. അതുകൂടി നോക്കണം. ഫ്ലോറെന്തോവിൻ്റെ ഒരു ഗോളിന് അവർ ലീഡെടുത്തു. പിന്നെ 10 പേരെ വെച്ചിട്ടാണ് അവർ ആ ഒരു രണ്ടാം പകുതി മുഴുവൻ കളിക്കുന്നത്. ഏറ്റവും ഒടുവിൽ PSG ന്യൂനോ മെൻഡസിനും റെഡ് കാർഡ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കളിയുടെ അവസാനമാണ്. നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടും PSG തോറ്റു. ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ലൂയിസ് എൻട്രിക്കെ. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ആദ്യ പോസിറ്റീവ് കാര്യം ഈ കളിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് നന്നായി കളിച്ചതുകൊണ്ടല്ലേ ഫൈനലിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് പോസിറ്റീവാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഹയർ ലെവലിലാണ് ഞങ്ങൾ ഇവിടെ കളിക്കേണ്ടി വന്നത്. നല്ല മാച്ചാണ് ഞങ്ങൾ കളിച്ചത്. ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി, പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എതിരാളികളെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ടയേർഡൊന്നുമല്ല. പക്ഷേ ഈ സീസണിൻ്റെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ കളിയിൽ കണ്ടിട്ടുള്ളത്. വി പ്ലേഡ് എ ഗുഡ് മാച്ച്, ദാറ്റ്സ് ലൈഫ്, ദാറ്റ്സ് ഫുട്ബോൾ. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നന്നായി കളിച്ചാലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. എതിരാളികളെ അഭിനന്ദിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നാണിപ്പോൾ ലൂയിസ് എൻട്രിക്കയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അഷ്റഫ് ഹക്കീമി ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഹക്കീമി പറഞ്ഞത്, വി ഡിഡ് എവറിത്തിങ് ടു വിൻ. വിജയിക്കാൻ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. ഞങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മത്സരം ഞങ്ങൾ നിയന്ത്രിച്ചു. ഇതൊരു ഫൈനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെയിം കണ്ടീഷനിലാണ് നമ്മൾ കളിക്കേണ്ടിരുന്നത്. നോട്ട് അവേ ഫ്രം ഹോം, ഈവൺ ഇഫ് ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതുകൂടി നമ്മൾ നോക്കണം. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു ലീഗ് 1 മാച്ച് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, വളരണമെങ്കിൽ ഇനിയും എഫേർട്ട് എടുത്തേ പറ്റൂ. ലീഗ് 1 മത്സരം നമ്മുടെ തൊട്ടരികിലെത്തി നിൽക്കുകയാണ്. ഏതായാലും മികച്ച പെർഫോമൻസ് ആ ഒരു ലീഗ് 1 ആരംഭിക്കുമ്പോഴേക്ക് നമുക്ക് പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ അഷ്റഫ് ഹക്കീമിയും പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.